വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാഗോൽപത്തിയെക്കുറിച്ചുള്ള ചരിത്രമാണ് പറയാൻ പോകുന്നത്. നാഗാരാധനയിൽ പ്രശസ്തമായ സ്ഥാനമാണ് ഭാരതത്തിനുള്ളത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ മരീചിയുടെ പുത്രനാണ് കശ്യപൻ. കശ്യപൻ്റെ പത്നിമാരായിരുന്നു കദ്രുവും വിനതയും. പത്നിമാരുടെ ശുശ്രൂഷയിൽ സംപ്രീതനായ കശ്യപൻ അവരോട് ഇഷ്ടവരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. കദ്രു ഭർത്താവിനോട് ആവശ്യപ്പെട്ട വരം 1000 നാഗങ്ങൾ സന്തതികളായി ജനിക്കണമെന്നായിരുന്നു. എന്നാൽ വിനത ആവശ്യപ്പെട്ടത് അതിനേക്കാൾ ബലശാലികളായ 2 നല്ല പുത്രന്മാർ ഉണ്ടാകണം എന്നാണ് വരം ചോദിച്ചത്. കശ്യപൻ 2 പേർക്കും ഇഷ്ടവരം പ്രദാനം ചെയ്തു. ഇഷ്ടവരം സിദ്ധിച്ച സന്തോഷത്താൽ കദ്രുവും വിനതയും ഒരുമയോടെ ജീവിച്ചു പോന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കദ്രു 1000 മുട്ടകളെ പ്രസവിച്ചു. അതിനെ വേണ്ടവണ്ണം ശുശ്രൂഷിച്ചു. 500 വർഷം കഴിഞ്ഞപ്പോൾ മുട്ടകൾ ഒന്നൊന്നായി വിരിഞ്ഞു തുടങ്ങി. ആദ്യം വിരിഞ്ഞത് നാഗങ്ങളായിരുന്നു. കന്നിമാസം ആയില്യം നക്ഷത്രം ദ്വാദശി തിഥി വെള്ളിയാഴ്ച ദിവസമാണ് ആദ്യം അണ്ഡം വിരിഞ്ഞത്. അത് 1000 ഫണമുള്ള മിന്നിത്തിളങ്ങുന്നതും കോടി സൂര്യപ്രഭ പരത്തുന്നതുമായ സാക്ഷാൽ അനന്തനായിരുന്നു. പിന്നെ വാസുകി, തക്ഷകൻ, കാളിയൻ തുടങ്ങി സഹസ്രം അണ്ഡങ്ങൾ വിരിഞ്ഞു. കന്നിമാസത്തിലെ ആയില്യം മുതൽ കുംഭമാസത്തിലെ ആയില്യം വരെയുള്ള ദിവസങ്ങൾ കൊണ്ടാണ് 1000 സർപ്പങ്ങളും പുറത്തു വന്നത്. അതിൽ 1000 ഫണമുള്ളത്, 800 ഫണങ്ങളുള്ളവ, 500 ഫണങ്ങളുള്ളവ, പിന്നെ 100, 10, 5, 3, 1 എന്നിങ്ങനെ തലയുള്ളവയുണ്ട്. സർപ്പങ്ങൾ തന്നെ 3 തരമുണ്ട്. സത്വഗുണപ്രധാനർ, രജോഗുണപ്രധാനർ, തമോ ഗുണപ്രധാനർ. സത്വഗുണപ്രധാനർ സത്യമുള്ളവയാണ്. അവയ്ക്ക് ആരെയും കണ്ടാൽ കടിക്കുക എന്ന സ്വഭാവമില്ല. ചിലപ്പോൾ ഭയപ്പെടുത്തുമെന്ന് മാത്രം. അവയ്ക്ക് ഏതാണ്ട് സ്വർണ്ണനിറമായിരിക്കും. അവയെ കണ്ടാലുടൻ സർപ്പദൈവങ്ങളെ രക്ഷിക്കണേ, എന്തെങ്കിലും ദോഷം തോന്നിപ്പോയെങ്കിൽ ക്ഷമിക്കണേ എന്ന് അപേക്ഷിച്ചാൽ അവ തിരിഞ്ഞ് പോയിക്കൊള്ളുന്നതാണ്. അവ സാക്ഷാൽ വിഷ്ണു അംശമായ സത്യനാഗങ്ങളാണ്. ഉപദ്രവിച്ചാൽ സർപ്പങ്ങൾ ഉപദ്രവിക്കുന്നതാണ്. ഗുണങ്ങളനുസരിച്ച് സർപ്പങ്ങൾ 2 തരമുണ്ട്. വിഷമുള്ളവയും വിഷമില്ലാത്തവയും. കടിക്കുന്ന ക്രൂര സർപ്പങ്ങൾ, കടിക്കാത്ത ഉത്തമ സർപ്പങ്ങൾ. തക്ഷകൻ, കാളിയൻ തുടങ്ങിയവ ക്രൂര സ്വഭാവമുള്ള വിഷമുള്ള കടിക്കുന്ന സർപ്പങ്ങളാണ്. അനന്തൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് നല്ല സർപ്പങ്ങൾ. മുട്ടയിട്ട് മുട്ട വിരിഞ്ഞാണ് ഇവയുടെ വംശവർദ്ധനവ്. വാസുകി ഭഗവാൻ പരമശിവൻ്റെ ഭൂഷണമായി സ്വീകരിച്ചിരിക്കുന്നു. നല്ല സർപ്പമാണ്. വാസ്തവം നോക്കിയാൽ അനന്തനും വാസുകിയും രണ്ടും ഒന്നാണെന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നത്. 10ാം അധ്യായത്തിൽ വിഭൂതി വിസ്തര യോഗത്തിൽ ഭഗവാൻ തന്നെ അരുളി ചെയ്യുന്നുണ്ട്. സർപ്പാണാമസ്തി വാസുകി 10:28. അനന്തജ്ഞാസ്മി നാഗാനാം 10:29. അതായത് സർപ്പങ്ങളിൽ വാസുകിയും നാഗങ്ങളിൽ അനന്തനും ഞാൻ തന്നെയാണ്. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ വിഷ്ണുവാണ്, ഭഗവാനാണ്. ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരവതാരം മാത്രമല്ല, പിന്നെയോ സ്വയം ഭഗവാൻ തന്നെ മനുഷ്യരൂപത്തിൽ ലോകരക്ഷയ്ക്കായി പിറന്നതാണ് എന്നാണ്. വിഷ്ണു തൻ്റെ ശയ്യയായി സ്വീകരിച്ചിരിക്കുന്നത് അനന്തനെയാണല്ലോ. അതാണല്ലോ അനന്തശായി എന്നദ്ദേഹത്തെ പുകഴ്ത്തുന്നത്. വാസുകി ശിവഭഗവാന്റെ ഖണ്ഡഭൂഷണമാണ്. 2 പേരും ഒന്നു തന്നെയാണ്. ശിവനും വിഷ്ണുവും ഒരേ ചൈതന്യമാണ്, ഈശ്വരനാണ്, പരമേശ്വരനാണ്.
പരബ്രഹ്മമാണ്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ ബാണയുദ്ധം എന്ന ഭാഗത്ത് പറയുന്നുണ്ട്. ഭഗവാൻ വിഷ്ണുവിനോട് പരമശിവൻ പറയുന്നു, ഈ ബാണാസുരൻ എൻ്റെ ഭക്തനാണ്, അവനെ കൊല്ലരുത്. അപ്പോൾ വിഷ്ണു പറഞ്ഞു, മൽഭക്തൻ സ്വഭക്തനും സഭക്തൻ മൽഭക്തനുമാണ്. അതായത് വിഷ്ണുവിൻ്റെ ഭക്തൻ ശിവഭക്തനും ശിവഭക്തൻ വിഷ്ണുഭക്തനുമാണ്. രണ്ടുപേരും ഒന്നു തന്നെയാണ്. ഭിന്നമായി തോന്നുന്നത് അജ്ഞാനമാണ്. ഇതിൽ നിന്നും ശിവനും വിഷ്ണുവും ഭിന്നമല്ലെന്നറിയിക്കുകയാണ്. അപ്പോൾ ശിവനും വാസുകിയും അനന്തനുമെല്ലാം തന്നെ ഒന്നാണ് എന്നാണല്ലോ ഇതിൻ്റെ വിവക്ഷ. ജഗത് രൂപമായ പ്രപഞ്ചരൂപമായി തീർന്നിരിക്കുന്ന ഭഗവാന്റെ നാനാവിധ രൂപത്തിലുള്ള നാനാവർണ്ണത്തിലുള്ള അനേക രൂപങ്ങളാണ് ലോകത്തിൽ ദൃശ്യമായി കാണുന്നത്. ആ രൂപങ്ങളിൽ ഒരു രൂപമാണ് നാഗങ്ങളായി കാണപ്പെടുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.